എത്ര മധുരമവൻ നാമമെനിക്കു പാർത്ത, എത്ര മധുരമവൻ നാമമെനിക്കു പാർത്ത. ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. യേശു എന്നടിസ്ഥാനം, ആശ അവനിലത്രേ. യേശു എന്നടിസ്ഥാനം, ആശ അവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഹലോ, പ്രൈസ് ലോർഡ്. എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായി. പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. എൻ്റെ പ്രിയരെ, കുറേ കാലമായില്ലേ. അപ്പോൾ 24-ാം തീയതിക്ക് ശേഷം ഇന്നലെയാണ് ഒരു സന്ദേശം കിട്ടിയത്. ഒരുപാട് പേരെന്നോട് ചോദിച്ചു, പാസ്റ്റർ എവിടെയെങ്കിലും സ്ഥലത്തില്ലേ, എവിടെ പോയി, അതോ പ്രസംഗം നിർത്തിവെച്ചോ? ഒരുപാട് കമൻറ്റുകൾ ഞാൻ കേട്ടിരുന്നു. ഞാനിതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും മറുപടി അയച്ചാൽ ഒരുപാട് മറുപടി അയക്കണം. അതുകൊണ്ട് ഞാൻ ഇന്നലെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് അറേഞ്ച്മെൻ്റൊക്കെ പൂർത്തിയാക്കി ഇന്ന് രാവിലെ ഫ്രഷായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് എത്തിച്ചു തരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. സുഖമായിരിക്കുന്നു. അല്ല, എഴുന്നേറ്റോ? ഇതും പുതപ്പിനകത്തിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. എഴുന്നേറ്റേ. പിന്നെ എന്നോണ്ട വിശേഷം? സുഖമായിരിക്കുന്നു. മക്കളും കൊച്ചുമക്കളും ഒക്കെ സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനും മിനിസ്ട്രിയുമായിട്ട് പലയിടങ്ങളിൽ യാത്രയിലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാനോ സന്ദേശങ്ങൾ അയക്കാനോ കഴിയാതിരുന്നത്. സ്തോത്രം. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകൃപയാൽ നിങ്ങളുടെ പ്രാർത്ഥനയാൽ. പ്രിയരെ, ഈ ഒരുപാട് ആൾക്കാർ എന്നോട് ഒരുപാട് വാഗ്ദത്തങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ചില ആൾക്കാർ വാഗ്ദാനം തന്നിട്ട് പിന്നെ അവർ എന്നെ കാണുമ്പോഴാണ് പിന്നെ അത് ഓർക്കുന്നത്. പിന്നെ അവർക്കൊരു ചങ്കിരിവേന, എൻ്റെ ദൈവമേ, ഞാൻ ഈ മനുഷ്യനോട് ഒരു കാര്യം പറഞ്ഞിട്ടാണല്ലോ പോയത്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമുള്ള കേസല്ല. കാരണം ഞാൻ ഈ സ്ഥിരം കേൾക്കുന്നതുകൊണ്ട് എനിക്കതൊരു വിഷയമുള്ള കേസല്ല. നിങ്ങളതോർത്ത് ഭാരപ്പെടുകയും വേണ്ട. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പെട്ടെന്നൊരു കാര്യം വായിക്കാത്തെന്ന് പുറത്തേക്ക് വിടാൻ ആമേൻ തുനിയരുത് എന്ന് ദൈവവചനത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ ചില ആളുകൾക്ക് 10 പേരെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോമീസ് കൊടുക്കണം എന്നൊരാഗ്രഹമൊക്കെ തോന്നും. എന്നിട്ട് അവർ അതിനകത്ത് അപ്പോളജി എടുക്കുന്ന ഭാഗം ഏതാണെന്നറിയോ? ദൈവം അനുവദിച്ചാൽ. അങ്ങനെ പറയുമ്പോൾ പിന്നെ എളുപ്പമാണല്ലോ. ദൈവം അനുവദിച്ചില്ലാന്ന് കൂട്ടിയാൽ മതി. സ്തോത്രം. അപ്പോൾ അവിടെ ഒരു വാക്ക് പറഞ്ഞ് അവരെ ഒന്ന് ബൂസ്റ്റപ്പും ചെയ്യണം, ഒരു വാഗ്ദാനം കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ തന്നെ ചെയ്തില്ലേലും പേടിക്കാനും ഇല്ല എന്ന രീതിയിലാണ് ഈ ദൈവം അനുവദിച്ചാൽ എന്നുള്ളൊരു വേർഡ് അതിനകത്ത് കൊണ്ടിടുന്നത്. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമുക്ക് കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവരായിരിക്കണം. തിരുവനന്തപുരം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പക്ഷെ ഇന്ന് രാവിലെ നമ്മുടെ ചിന്ത അവിടെയല്ല. ഇന്ന് രാവിലെ നമ്മുടെ ചിന്ത സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്നാണ്. 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അതിവേഗത്തിൽ ഒന്നും പറയരുത്. കേട്ടോ? ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. കേട്ടല്ലോ? ഞാൻ സഭാപ്രസംഗി എന്നാണ് വായിച്ചത്. നിങ്ങളെടുത്തു കേട്ടോ, ബുക്ക് എടുത്തു. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. അതിവേഗത്തിൽ ഒന്നും പറയരുത്. നമ്മുടെ ആൾക്കാർക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. പറയാൻ സ്പീഡും കേൾക്കാൻ മാന്യവുമുള്ളവരാണ് നമ്മുടെ ആളുകൾ, ഇല്ലേ? ചില ആൾക്കാർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സംസാരിക്കുന്നവരാണ്. അവരുടെ നേച്ചർ അതാണ്. തെറ്റില്ല കേട്ടോ, അത് തെറ്റില്ല. മാറ്റിയെടുക്കണം പറ്റുമെങ്കിൽ മാറ്റിയെടുത്താലും നല്ലതാണ്. പക്ഷെ ഈ വളരെ വേഗത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളെന്തിനാ നരകത്തിൽ പോകുന്നത്? എന്തിനാ നീ ചുമ്മാ വെറുതെ നരകത്തിൽ പോകുന്നത്? എന്തിനാ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. വെറുതെ വായി വരുന്നത് ഓലയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു വിടുക. പണ്ടൊരിക്കലേ ഒരാളെന്നോട് പറഞ്ഞത് ഞാൻ പറയാം.
അപ്പം നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടും. ദാനിയേൽ പാസ്റ്റേ, നിങ്ങൾക്കൊരു കീബോർഡ് മേടിച്ച് തന്നിട്ടേ ഞാൻ നിലത്ത് നിൽക്കുള്ളെന്നാണ് ഒരു അമേരിക്കയിൽ നിന്ന് വന്നൊരു പാർട്ടി പറഞ്ഞു എന്നോട്. അദ്ദേഹം ഇന്നും ജീവനോടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. അറിയാതെ ഒരു സന്തോഷത്തിന് പറഞ്ഞതായിരിക്കും പാവം. സ്തോത്രം. അയാൾക്കൊരു കീബോർഡല്ല 9,000 കീബോർഡ് മേടിക്കാനുള്ള ആസ്തിയും സെറ്റപ്പും ഉള്ള മനുഷ്യനുമാണ്. പക്ഷേ ഞാനെന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, വെറുതെ നമ്മളെ വാ കൊണ്ട് പറഞ്ഞ് ആർക്കെങ്കിലും ഒരു പ്രോമിസ് കൊടുത്തിട്ട് അത് നിറവേറ്റിയില്ലെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞ് വെറുതെ സ്വർഗം നിങ്ങൾക്ക് നഷ്ടമാവും. നമ്മൾ വിചാരിക്കുന്നത് നമ്മളീ പറയുന്ന വാക്കിനെല്ലാം ചുമ്മാ ദൈവം ഒന്നും പറയത്തില്ലെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ നിസാര വാക്ക് പോലും ദൈവം ന്യായവിധിയുടെ മുൻപാകെ കൊണ്ടുവരും. കണ്ടോ? നിസാര വാക്ക്. ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരിക്കലും മിണ്ടാൻ പോയേക്കരുത്. കൂടപ്പറപ്പേ, നിങ്ങളുടെ ആപ്പീസ് പൂട്ടും. ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇനി ഇത് പറഞ്ഞില്ലെന്ന് വിചാരിച്ചെന്നാ ബുദ്ധിമുട്ട്. സ്തോത്രം. ചെയ്യാൻ സമയം കിട്ടുമ്പോൾ അങ്ങ് ചെയ്യുക. അല്ലാതെ എല്ലാവർക്കും ഒരു വാക്കും കൊടുത്ത് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ഭിത്തിയിലല്ല നോക്കിയിട്ട് ക്ലോക്ക് കണ്ടില്ല. അപ്പം ഞാൻ എടാ നിന്റെ വീട്ടിൽ ക്ലോക്ക് ഇല്ലടാ. ഇത്രയും വലിയ വീട് പണിതിട്ട് ക്ലോക്ക്? അവൻ പറഞ്ഞു കേൾക്കണോ, എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ വീടിൻ്റെ ഓപ്പണിങ്ങിൻ്റെ മുമ്പേ എന്നോട് പറഞ്ഞായിരുന്നു, എടാ ഞാൻ ആ ക്ലോക്ക് മേടിച്ചിരുന്നത്, അതുകൊണ്ട് വേറെ ക്ലോക്ക് മേടിച്ചിട്ടേക്കരുത്. ഇന്ന് വരെ ആ വീട്ടിൽ ക്ലോക്കില്ല. കാരണം അവൻ ക്ലോക്ക് കൊണ്ടിരുന്ന് വിചാരിച്ച് ഇവരിയ്ക്കുക. അവനത് പറഞ്ഞിട്ട് അവൻ്റെ പാട്ടിന് പോയി. 10 പേരുണ്ടായിരുന്നപ്പോൾ അവനിത് പറഞ്ഞതേ ഒരു ക്ലോക്ക് മേടിച്ചിട്ടേക്കാന്ന്. ഇപ്പം ഇവൻ്റെ വീട്ടിൽ ടൈം പീസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമയം അവനറിയാം. പാവം. ഇതുപോലെ ഒരുപാട് കേസ് കെട്ടുകൾ എൻ്റെ അറിവിൽ ഞാൻ കേട്ടത് തന്നെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളൊരു വാക്ക് പറയാൻ തുനിയുന്നതിന് മുമ്പ്, ദൈവത്തിൻ്റെ മുൻപാകെ ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ തുനിയുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിച്ചു. അല്ലെങ്കിൽ വലിയ അപകടം. ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന 2ാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്ന കാര്യം, ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ, ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കണ്ടോ? ചുരുക്കമായിരിക്കട്ടെ. കാരണം നീ മേലെയല്ല, നീ താഴെയാണെന്നാ പറഞ്ഞത്. നീ താഴെയാ, നീ നിലത്താ. ദൈവം മേലെയാ, നീ നിലത്താ. അതുകൊണ്ട് നിലത്ത് നിൽക്കുന്നവർ ചുരുക്കമായിട്ട് സംസാരിക്കണം. കേട്ടോ? ചില ആൾക്കാർക്ക് പിന്നെ എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്നാ പറയണമെന്നറിയാതെ എന്തും പറയുന്നവരാ. പിടികിട്ടിയോ? ഇന്ന് രാവിലെ നമ്മുടെ വാക്കുകൾ ചുരുക്കമായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സഭാപ്രസംഗിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക, അതിവേഗത്തിൽ ഒന്നും പറയരുത്. കാരണം ശുദ്ധ മണ്ടത്തരമായിരിക്കും പറയുന്നത്. പെട്ടെന്ന് പറയുമ്പോഴേ ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വിഷയത്തെക്കുറിച്ച് ഇനി ഒരു വേറെ രസകരമായ കാര്യം പറയാം. ചില ആൾക്കാർ പറയട്ടെ, തരത്തില്ലേ, ഞാൻ റോമാലേഖനത്തിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി അത് 2 അധ്യായം കൂടെ ഉള്ളൂ. എനിക്കത് കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത്. എന്നാ അറിയോ? ചേട്ടാ, റോമാലേഖനത്തിൻ്റെ ക്ലാസ് 2 അധ്യായം കൊണ്ട് തീരാൻ പോവാ. ഇനി റോമാലേഖനം ഇല്ല. ഇനി റോമാലേഖനത്തെക്കുറിച്ച് ഒരു ക്ലാസ്സും ഇല്ല, മുഴുവൻ കഴിഞ്ഞു. സ്തോത്രം. എൻ്റെ പ്രിയരെ, നമുക്ക് ഈ റോമാലേഖനത്തിൽ ഒരു വാക്യം നമുക്ക് പഠിപ്പിച്ച് തീർക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. ചില ആൾക്കാർ പറയുന്നത്, ഞാൻ FSC ലേഖനം പഠിപ്പിച്ച് തീരാനായി. കാരണം FSC ലേഖനം എന്ന് പറയുന്നത്, ചില ആൾക്കാർ പറയത്തില്ലേ, ഈ FSC ലേഖനങ്ങൾ റാണി. ഞാൻ അങ്ങനൊന്നും പറയാറില്ല. എനിക്ക് എല്ലാ ലേഖനവും റാണി തന്നെയാണ്. കാരണം വെച്ചിട്ട് അതിനകത്തൊരു വലിയ റാണി അതിനകത്ത് ഇരിപ്പുണ്ട്. അതാരെന്നറിയോ? പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് എഴുതിയ ലേഖനങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട, അല്ലാണ്ട് FSC ലേഖനം മാത്രമല്ല. ശ്രദ്ധിച്ചേ. പിന്നെ നമ്മുടെ അറിവ് പരിമിതമാണ്. നമ്മുടെ അറിവിൽ നാം ചില കാര്യങ്ങൾ ജനത്തിന് പഠിപ്പിക്കുന്നത് സത്യമാണ്. പക്ഷേ തീർന്നു പോയെന്ന് പറഞ്ഞേക്കല്ലേ. അതാ ഞാൻ പറഞ്ഞു. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റ് ഒരുപക്ഷെ നിങ്ങളുടെ തലച്ചോറിനകത്ത് ചിന്തകൾ തീർന്നു പോയെന്ന് വേണേൽ പറഞ്ഞു. അല്ലാതെ റോമാലേഖനം ഞാൻ പഠിപ്പിച്ച് തീർത്തു എന്ന് പറഞ്ഞേക്കല്ലേ. കേട്ടോ? ഭയങ്കര അപകടമാണ്. ബോധമില്ലാതെ പറയുന്നത് ഞാൻ പറഞ്ഞില്ല, അറിയാതെ നമ്മൾ പറയുന്ന കാര്യമാണ്. സ്തോത്രം. എത്ര വർഷമായി നിങ്ങൾ പ്രസംഗിക്കുന്നു? യെശയ്യാവിൻ്റെ പുസ്തകം ഞാൻ പ്രസംഗിച്ച് തീർത്തു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അതുകൊണ്ടേ വായിൽ നിന്ന് വരുന്ന വാക്ക് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഭൂമിയിലും ദൈവം മേലെ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, ദൈവവും ഭാഗെ
വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് കൂടി രാവിലെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ വല്ലാതെ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും, സാരമില്ല. ചില മനുഷ്യരങ്ങനെയാണ്, വല്ലാതെ സംസാരിക്കും, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇനി ശ്രദ്ധിക്കണം. ഓരോ കാര്യം പറയുമ്പോഴും, ഓരോ പ്രോമിസ് കൊടുക്കുമ്പോഴും, സഭയ്ക്കായിക്കോട്ടെ, കുടുംബക്കാർക്കായിക്കോട്ടെ, കൂട്ടുകാർക്കായിക്കോട്ടെ, ഒരു സമൂഹത്തിനായിക്കോട്ടെ, ഒരു വേദിയിലായിക്കോട്ടെ, നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളൊക്കെ മറന്നു പോയാലും അവിടെ ഇരിക്കുന്ന ചില ആൾക്കാർ അത് ചാകുന്നോടം വരെ ഓർത്തിരിക്കും. കാരണം അന്യായ മെമ്മറി പവർ അവർക്ക്. നമുക്ക് പിന്നെ ആ സാധനം ഇല്ലല്ലോ. പറഞ്ഞു വിട്ടു തന്നെ, കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞേ? ഞാനെന്തോ പറഞ്ഞായിരുന്നു, നീ എന്നാ കേട്ടായിരുന്നത് എന്ന് ചോദിക്കേണ്ടി വരും. പിന്നെ ഇന്ന് രാവിലെ ദൈവം മുമ്പാകെ സറണ്ടറായി പറയാൻ, കർത്താവേ എൻ്റെ വാക്ക് വളരെ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നൊരു വേർഡ് കൂടി ഞാൻ ചേർത്ത് പറയാം. ഉപ്പിനേക്കാൾ രുചി വരുത്തിയത്. സ്തോത്രം. അത്രയ്ക്കും ടേസ്റ്റി ആക്കട്ടെ നിങ്ങളുടെ വാക്കുകൾ. അനേകർക്ക് പ്രയോജനം ചെയ്യട്ടെ. ചില ആൾക്കാർ പിന്നെ വാ തുറന്നു കഴിഞ്ഞാൽ ആരുടെയും മണ്ടക്കിട്ടൊരെണ്ണം കൊടുത്തിട്ടേ പോവുള്ളൂ. പണ്ടൊരു സഭയിൽ ഇങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല, ഞാൻ കേട്ടതാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയാൻ നേരത്തെ ഓരോരുത്തർക്കിട്ട് ഓരോന്നോ കുത്തിയിട്ടേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ ഇനി എല്ലാവർക്കും കൂടെ ഈ എല്ലാ സാക്ഷ്യത്തിനും ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്യം വിട്ടിട്ട് കളിക്കുന്നതുകൊണ്ട് ഞാൻ ഇനി ഒരു വാക്യം തരാം, അതിനകത്ത് നിന്ന് എല്ലാവരും അങ്ങ് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ഒരു വാക്യം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഒരു വാക്യം വായിച്ചിട്ട് അങ്ങിരുന്നു, കുഴപ്പമൊന്നുമില്ല. ആ വാക്യം ഞാൻ തരാം, നിങ്ങൾ അത് പറഞ്ഞാൽ മതി. അപ്പം ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, അതിനകത്ത് കുത്താനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ദേഷ്യം ഉണ്ടെങ്കിലും, ഒരു വാക്യം പറയാൻ കിട്ടിയില്ലെന്നോ കലിപ്പുണ്ടെങ്കിലും പാസ്റ്റർ പറഞ്ഞല്ലേ, അതുകൊണ്ട് എല്ലാവരും സാക്ഷ്യമായിട്ട് പറഞ്ഞു, എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചുകൊണ്ടിരുന്നോളാം. അതിൽ ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് വേറൊരു ബിരുദനുണ്ടായിരുന്നു. അവനെ എന്നിട്ട് പറഞ്ഞാൽ എന്നെ അറിയും. അപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ട് അവനെ കുത്താനൊന്നും കിട്ടിയില്ല. അപ്പം അവൻ ആ വാക്ക് എടുത്തിട്ട് പറഞ്ഞു, ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ ഓരോരുത്തരുടെ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവനൊക്കെ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാണ് എന്നും പറഞ്ഞിട്ട് അയാൾ ഇരുന്നത് കണ്ടോ. അതിനകത്തൂടെ ഒരു കുത്താനുള്ള ശ്രമം നടത്തി. നമ്മുടെ ആൾക്കാരല്ലേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വാക്കുകൾ ശ്രദ്ധിക്കണം. പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു നല്ല മൊത്തത്തിലൊരു കൺട്രോളിങ് വരട്ടെ. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണു കളിച്ചു. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്ന ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഈ വാത്സല്യമുള്ള സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ വാക്കുകൾ കർത്താവ് ഉപ്പിനാൽ രുചി വരുത്തി തരട്ടെ. ദൈവത്തിൻ്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ രാവിലെ സമയം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ആരെങ്കിലും ഭാരപ്പെടുന്നില്ല, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം അവരിയ്ക്കുന്ന വീട്ടിനകത്തുണ്ടാകട്ടെ. ദൈവം കൃപ ചെയ്യണമേ. ഈ കുഞ്ഞിന് വേണ്ടി, ഈ മാതാവിന് വേണ്ടി, ഈ പിതാവിന് വേണ്ടി, ഈ സഹോദരന് വേണ്ടി, ഈ ശുശ്രൂഷകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവരെ ശക്തന്മാരായി ഉപയോഗിക്കണമേ. വാക്കുകൾ ക്രമീകരിപ്പാൻ എല്ലാവർക്കും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ഇത് പറഞ്ഞ സലോമോൻ ഉണ്ടല്ലോ, ഒരുപാട് നല്ല കാര്യം നമുക്ക് പറഞ്ഞു തന്നു. പക്ഷേ ആ ചങ്ങാതി സ്വർഗത്തിൽ പോയില്ല കേട്ടോ. നല്ല തുടക്കമൊക്കെ ആയിരുന്നു സലോമോന്. അവസാനം സലോമോന് മഹാ അപകടത്തിലാണ് പോയി ചാടിയത്. അറിയാമല്ലോ നിങ്ങൾക്ക്. ഞാൻ പറയാതെ തന്നെ വചനം അറിയാവുന്നവർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ആ ഒരു പരുവത്തിൽ നമ്മൾ പോകരുത്. 1005 ഗീതങ്ങളും 3000 സദൃശവാക്യങ്ങളും തന്ന സലോമോൻ സ്വർഗത്തിൽ കാണുമോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ സലോമോൻ്റെ ചരിത്രം? സ്തോത്രം. വളരെ ഞെട്ടണം. ഭവ്യതയോടെ ദൈവം മുമ്പാകെ, കർത്താവേ, എൻ്റെ വാക്കുകൾ അങ്ങേക്ക് പ്രസാദമുള്ളതായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.